കാരണം നിങ്ങൾക്കൊക്കെ അറിയാം. എൻ്റെ കഥാപാത്രമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം. കുറെ കാലത്തിന് ശേഷം ഇതൊരു സിനിമ ഇറങ്ങിയാണ്. നമുക്കിനിയും നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കും. സിനിമ കണ്ടു പോകുമ്പോൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോകാം. മലയാള സിനിമയിൽ നമുക്ക് സ്നേഹിക്കുന്ന ആരാധിക്കുന്ന നിരവധി പേരാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഓരോരുത്തരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്തു ശ്രീ രഞ്ജൻ സർ, അദ്ദേഹത്തിനോടൊപ്പം ശ്രീ അമൽ നീരദ്, ശ്രീ അൻവർ റഷീദ്, ശ്രീ മണിയൻപിള്ള രാജു സർ, ഇവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. മൈക്കിപ്പോൾ കൈമാറണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമാണ് എനിക്കുള്ളത്. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം തോന്നിയാണ്. ഞാൻ പറഞ്ഞില്ലേ, 45 വർഷമായിട്ട് അടുത്ത സുഹൃത്താണ് എന്റെ എല്ലാ കാര്യങ്ങളും നല്ല കുടുംബപരമായി ഞങ്ങൾ സംസാരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ചേർന്ന് വരുമ്പോൾ സന്തോഷമുണ്ട്. പിന്നെ മാത്രമല്ല, എനിക്ക് കിട്ടിയ പൈസയുടെ അവസ്ഥയാണ് എല്ലാ പടങ്ങളും മമ്മൂട്ടിക്കൊന്നും പടങ്ങളല്ല. ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഞായറാഴ്ച മുമ്പ് കണ്ടി ഞാൻ അപ്പൊ എന്ത് വന്നാലും ഇത് നല്ല സിനിമയായിരിക്കും അതിന് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. കാരണം ഒരു പ്രാവശ്യം ഏതോ ഒരു പാട്ട് കേട്ടിട്ട് സിനിമയുടെ പേര് ഓർമ്മയില്ല, എന്തോന്ന് മോശമായി ശരിയായില്ല. എടാ, നീ ഇപ്പോഴും ആ 75-80 മനസ്സിൽ പാട്ടി കിടക്കുക. പുതിയ പിള്ളേര്, പുതിയ തല, പുതിയ ഐറ്റം അവരെ കൂടെ നിൽക്കണോടാ, അവരെ കണ്ട് കൊയ്യടാ. അപ്പൊ അതോടെ ഞാൻ പരിപാടി നിർത്തി. ഇന്ന് ഈ സ്റ്റേജിൽ വന്നിട്ട് ഇത് പങ്കെടുത്ത മ്യൂസിക്കിന്റെ ആൾക്കാരെല്ലാം തുടിക്കുന്ന യൗവനം അത് അനുഭവിച്ചിട്ട് അപ്പൊ ഞാൻ അടുത്തിരുന്ന് പറയുകയും ചെയ്തു. കണ്ടാലറിയാം എല്ലാം വലിയ തലകൾ തന്നെ ഇതിനൊക്കെ കണ്ടുപിടിച്ച് ഇപ്പൊ ഇറക്കിയല്ലേ പുതിയ മോഡലുകളൊക്കെ. എന്തായാലും വളരെ സന്തോഷം. ഇതിനെ കുറിച്ച് വളരെ എനിക്ക് മാത്രമല്ല ഓൺലൈനിലൊക്കെ കാണുന്നവർക്ക് ഭയങ്കര പ്രതീക്ഷ. അപ്പൊ ആ പ്രതീക്ഷ 100% ഉണ്ടായിരിക്കും. അല്ലെ, പണ്ടൊരു സംഭവം പറയും, എന്തെങ്കിലും കാണാതെ പണ്ട് വെള്ളത്തിൽ ചാടില്ല. ഇതിനകത്ത് എന്തോ സംഭവമുണ്ട്, എന്തോ ഒരു ഐറ്റം ഒളിഞ്ഞിരിപ്പുണ്ട്, അത് വരെ ആരും പറയുന്നില്ല. അത് നമ്മൾ എന്തായാലും നാലാതെ തിയേറ്ററിൽ കണ്ട് മനസ്സിലാക്കും. ഈ പടത്തെ എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നത് അതിഗംഭീര ഹിറ്റാവട്ടെ. ഇങ്ങനെയുള്ള പ്രമേയങ്ങളും പടങ്ങളും ഒക്കെ എല്ലാവരും സ്വീകരിക്കും. പാട്ടുണ്ട്, അത് പറഞ്ഞു. പ്രിയമുള്ളവര്, ഞാൻ പറയാത്തത് ചില കാര്യങ്ങളെല്ലാം മണിയമ്പിള്ള രാജ് പറഞ്ഞു. എന്തായാലും ഞാനും ഈ പടത്തിന്റെ ഒരു ഭാഗമായി അതിന്റെ ദൈവഭാഗ്യം വേണം പറയാൻ. ഒരു നല്ല പടത്തിൽ അഭിനയിക്കുക ഇടവേളത്തിന് ശേഷം കിട്ടിയ ഒരു ചാൻസാണ്. ഞാനും ഓർമ്മ വളരെ വിജയകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്ക് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. മലയാള സിനിമയിലെ പുതിയ തലമുറ, അത് എത്ര ശരിയായ പറയുന്നത്, പുതിയ ചലച്ചിത്ര ഭാഷ അന്വേഷിക്കുന്ന ഒരു തലമുറ ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞു. വർഷങ്ങളായി അവർ ദൃശ്യഭാഷയിൽ വിസ്മയങ്ങൾ തീർത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. അതിൽ ഏറെ ചിത്രങ്ങൾ ആ ഗണത്തിലേക്ക് ഒരു പുതിയ സിനിമ കൂടെ വരുന്നു. ഒരു പുതിയ സംവിധായകൻ, പുതിയ എഴുത്തുകാരൻ. എല്ലാവർക്കും വിജയാശംസകൾ. ഒപ്പം ഏത് ചലച്ചിത്ര ഭാഷ സ്വന്തമാക്കിയെന്ന് ഒരാൾ ധരിക്കുമ്പോഴും പണം മുടക്കാൻ ഒരു ബാനർ, പ്രൊഡക്ഷൻ ഹൗസ് കൂടെ ഉണ്ടായാൽ മാത്രമേ യാത്ര ലക്ഷ്യം കാണുകയുള്ളൂ. ഓൾ ദി ബെസ്റ്റ് ടീം കളങ്കാവൽ. താങ്ക് യു. ഓൾ മൈ ബെസ്റ്റ്. Thank you so much, sir. ചിരിച്ചുകൊണ്ടിരുന്ന എന്റെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം സ്റ്റേജിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മിസ്റ്റർ മിഥുൻ തോമസ്, also heartily welcoming Khalid Rahman. Okay, മൈക്ക് കിട്ടുന്നതിന് മുന്നേ സംസാരിച്ചു തുടങ്ങി. പക്ഷേ ഐ തിങ്ക് രഞ്ജൻ സർ ഇവിടെ സ്റ്റേജിലേക്ക് എത്തിയാൽ ഐ തിങ്ക് ദിസ് മൊമെന്റ് വിൽ ബി കംപ്ലീറ്റ്. എന്താ പറഞ്ഞതാണോ വിളിക്കുന്നു വിചാരിച്ചല്ല. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഇതിനെ കുറിച്ച്, കളങ്കാവൽ എന്ന സിനിമയെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിൽ തന്നെയാണ് ഞങ്ങൾക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സിനിമ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരു ത്രില്ലർ സിനിമയാണ്. അതിന്റെ ഓരോ പ്രോമോസും
ഇതുപോലെ വളരെ ത്രില്ലിംഗ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒന്നും അങ്ങനെ ഇപ്പം രാജേട്ടൻ പറഞ്ഞ പോലെ ഒന്നും നമ്മൾ പുറത്തു പറയുന്നില്ല. അപ്പൊ അതെന്താണെന്ന് അറിയാൻ എക്സൈറ്റഡ് ആണ്. 5-ാം തീയതി തിയേറ്ററിൽ കാണാൻ തന്നെ എക്സൈറ്റഡ് ആണ്. ഒപ്പം മമ്മൂക്ക ഇതുപോലത്തെ ഒരു റോൾ ഏറ്റെടുത്ത് ചെയ്യാൻ തീരുമാനിച്ചതും അത് മമ്മൂട്ടി കമ്പനി എന്ന പറയുന്ന കമ്പനി അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചതൊക്കെ തന്നെ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. എല്ലാവർക്കും അതൊരു ഭയങ്കര മോട്ടിവേഷൻ തന്നെയാണ് തീർച്ചയായിട്ടും. ഒപ്പം വിനായകൻ ചേട്ടൻ അദ്ദേഹം ഒരു വ്യത്യസ്തമായിട്ടുള്ള റോൾ വെച്ചിട്ട് ചെയ്തു. അതിലും എക്സൈറ്റഡ് ആണ്. പിന്നെ പുതിയ ഒരു ഡയറക്ടർ കൂടി മലയാള സിനിമയ്ക്ക് വരുന്നു. ജിതിൻ പുതിയ റൈറ്റർ, ഒപ്പം ജീവന്റെ മ്യൂസിക്കും ഒരുപാട് നായകന്മാരും ഒരുപാട് നല്ല ക്രൂ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഒരുപാട് സന്തോഷം. കാരണം നമുക്ക് മികച്ച അഭിനേതാവാണ് അല്ലെങ്കിൽ മികച്ചതാണ് എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ മലയാളികളെ അംഗീകരിച്ചു കാര്യമാണ്. ഏറ്റവും നമ്മളെ നടിച്ചുകൊണ്ട് മികച്ച നിർമ്മാതാവാണ് എന്നുള്ളതാണ് ഏറ്റവും. നമസ്കാരം. ഒരുപാടൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ട മമ്മൂക്കയോടൊപ്പം പ്രിയപ്പെട്ട വിനായകൻ ചേട്ടനോടൊപ്പം ഒരുപാടും പുതിയ ചെറുപ്പക്കാരുടെ പണം മമ്മൂട്ടി കമ്പനിയോടൊപ്പം എല്ലാം കൊണ്ടും പ്രിയപ്പെട്ടതാണ് കളങ്കാവ്. 5-ാം തീയതി ഒരു പുതിയ വിജയമാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മമ്മൂട്ടി കമ്പനി വെറുതെ ഒരു ചിത്രം ഓക്കെ പറയില്ല. നമുക്ക് വീണ്ടും വീണ്ടും കണ്ട് അതിൽ നിന്ന് ഒരുപാട് ടേക്ക് അവേസ് ഉള്ള സിനിമകളും സ്ക്രിപ്റ്റും മാത്രമേ മമ്മൂട്ടി കമ്പനിയിലേക്ക് എടുക്കൂ എന്നുള്ളൊരു വിശ്വാസം നമ്മൾ ഇതുവരെ കണ്ട ചിത്രങ്ങളിൽ വെച്ചിട്ട് നമുക്ക് കിട്ടിയതാണ്. ഇതിലും അങ്ങനത്തെ ടേക്ക് അവേസും കൂടുതൽ കലാകാരന്മാർക്കും ഓഡിയൻസിനും ഉറപ്പായിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട്. താങ്ക് യു മമ്മൂട്ടി കമ്പനി. ഈ കുടുംബത്തിലേക്ക് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചത്, ഇതിന്റെ ഭാഗമാക്കിയതിലും ഇതുപോലെ ഒരുപാട് ആളുകളും ഈ മമ്മൂട്ടി കമ്പനിയിലേക്ക് കുടുംബത്തിന്റെ ഭാഗമാകട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ആശംസകൾ. കളങ്കാവലി. എല്ലാവർക്കും നമസ്കാരം. ഈ പടത്തില് ഒരു സീൻ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. യഥാർത്ഥത്തിൽ എന്താണ് കഥയെന്ന് എനിക്കറിയില്ല. 5-ാം തീയതി ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ടീച്ചറും ട്രെയിലറും ഇതെല്ലാം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിയിരിക്കുകയാണ്. കഥ അറിയാതെ 5-ാം തീയതി കണ്ട് ഈ പടം വൻ വിജയമാകട്ടെ. മാത്രമല്ല പ്രിയപ്പെട്ട കമ്പനി തന്നെയാണ് മമ്മൂട്ടി കമ്പനി. മമ്മൂക്ക, സാർ, മൺപ്രസാദ്, വായിക്കുന്ന എല്ലാവരും, എല്ലാവർക്കും നന്ദി പറയും. ചോദിച്ചത്. സോ മലയാള സിനിമയിലെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസർ, ആക്ടേഴ്സ് അവരുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എല്ലാവരും റിപ്പീറ്റഡ്ലി പറയുന്ന കാര്യം സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അത്രയും ഒരു ഹെവൻലി ഫീലിലാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത്. പുതിയ കഥകൾ, പുതിയ സംവിധായകർ, പരീക്ഷണങ്ങൾ, ഇവ മൂന്നും യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു പേരുണ്ട്. മറ്റേതൊരു നടനും അനുകരിക്കാൻ കഴിയാത്ത രീതിയിൽ വേഷഭാവ പകർച്ച കൊണ്ട്, ശബ്ദം കൊണ്ട്, ഭാഷാ ശൈലി കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച മറ്റൊരു നടൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇല്ല എന്ന് നമുക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ പറയാനായി സാധിക്കും. സിനിമയെ അത്രത്തോളം ഭ്രാന്തമായി സ്നേഹിക്കുന്ന, അഭിനയത്തെ അത്രത്തോളം ആളുകൾ സ്നേഹിക്കുന്ന, സിനിമയിലുള്ളവർക്കും സിനിമയിലല്ലാത്ത ഏതൊരു വ്യക്തിക്കും പാഠപുസ്തകമായി കാണാവുന്ന നമ്മുടെ സ്വന്തം വല്യേട്ടൻ, നമ്മുടെ സ്വന്തം മൂത്തോൻ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ലോക സിനിമയിൽ തന്നെ ആ നടന് ഒരേ ഒരു പേരാണുള്ളത്, ഒരൊറ്റ പേരാണുള്ളത്. And the name is Mammootka. Ladies and gentlemen, stream your lungs out as we welcome our star, the mega star, നമ്മുടെ സ്വന്തം മമ്മൂക്കയെ വീട്ടിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി തന്നെ ആരാധനയോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. The man, the phenomenon, our very own Mammootka. മമ്മൂക്കയെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, മമ്മൂക്കയെ ഒരു വട്ടമെങ്കിലും നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകളെ പ്രസന്റ് ചെയ്താണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഒരു നല്ല മമ്മൂക്കയെ സ്റ്റേജിൽ വെൽക്കം ചെയ്യും, മമ്മൂക്കയുടെ അടുത്ത് സംസാരിക്കും എന്നുള്ളത് ഓൾറെഡി ഞാൻ എൻ്റെ മനസ്സിലൊരു 100 ആവർത്തി ജീവിച്ചു കഴിഞ്ഞ മൊമെന്റ് ആണ്. ഓരോ സെപ്റ്റംബർ 7-ാം തീയതിയും ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക എന്ന് എഴുതുന്നതിന്റെ കൂടെ ഞാൻ ആഗ്രഹിച്ചു വരുന്ന, വിഷ് ചെയ്ത് വരുന്ന, പോസ്റ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമുണ്ട്. I want to hug മമ്മൂക്ക one day എന്നുള്ളത്.
മറ്റൊരു ആങ്കറിന്റെ വാക്കുകൾ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ നാട്ടിൽ ആരും മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടില്ല, എൻ്റെ വീട്ടിൽ ആരും മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടില്ല, എൻ്റെ ചുറ്റുമുള്ളതിൽ ആരും മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടില്ല. അത്രത്തോളം ആരാധിക്കുന്ന ഒരു മലയാളി പ്രേക്ഷകൻ എന്ന രീതിയിൽ മമ്മൂക്കയുടെ അടുത്ത് ഒരേ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് മമ്മൂക്ക ഫോർ ബീയിങ് ഇൻ കേരള, ഫോർ ബീയിങ് ഇൻ ദി മലയാളം സിനിമ. കേരളത്തിൽ ജനിച്ചതിൽ മലയാളി ആയതിൽ ഓരോ മലയാളിയുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കാറ്. താങ്ക്സ് എ ലോട്ട് മമ്മൂക്ക. സോ മമ്മൂക്കയുടെ ഇതുവരെ നമ്മൾ കാണാത്ത പുതിയൊരു ഭാവം, ആ ഒരു പുതിയ മമ്മൂക്കയുടെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനായിട്ട് മലയാളി പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മമ്മൂക്ക മൈക്കിലാണ് നോക്കുന്നത് തോന്നുന്നു, ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഈ മൈക്ക് മേടിച്ചില്ലെങ്കിലും ആലോചിച്ചു പോയി. താങ്ക് യു ഫോർ ദി കൈൻഡ് വേർഡ്സ്. ഇത് മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ സിനിമയാണ്. കുറെ കാലത്തിന് ശേഷം ഇതൊരു സിനിമ ഇറങ്ങിയാണ്. ഈ സിനിമയ്ക്ക് കുറച്ച് കാലതാമസം ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾക്കൊക്കെ അറിയാം. ഇത് ഞാൻ വളരെ ആഗ്രഹിച്ച് ചെയ്യുന്ന സിനിമകളാണ്. ഞങ്ങളുടെ എല്ലാ പ്രൊഡക്ഷനും ഇനി ഒരുപാട് നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇല്ലെന്നല്ല. ഓരോ സിനിമയും വളരെ സന്തോഷത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. നമുക്കിനിയും നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കും. അതിന് നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസം. ഈ സിനിമയും അങ്ങനെയാണ്. ഇതൊരു പരീക്ഷണ സിനിമ എന്നല്ല ഞാൻ പറയുന്നത്. പരീക്ഷണ സിനിമയെല്ലാം പരീക്ഷണങ്ങൾ തന്നെയാണ്. പരീക്ഷണങ്ങളില്ലാത്ത ഒരു സിനിമ ഇറങ്ങുന്നില്ല. 10 കോടിയുടെ ആയാലും ശരി, 100 കോടിയുടെ ആയാലും ശരി, എല്ലാം പരീക്ഷണങ്ങളാണ്. അത് വിജയിക്കുന്നത് വരെ അത് പരീക്ഷണമാണ്. വിജയത്തിന് ശേഷമേ അതൊരു വിജയമാകുന്നുള്ളൂ. ഈ സിനിമയും അങ്ങനെയാണ്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയല്ല പരീക്ഷണം. എൻ്റെ കഥാപാത്രമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം. ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തെ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ കഥാപാത്രം നിങ്ങൾക്ക് സിനിമ കണ്ടു പോകുമ്പോൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റും. ഈ സിനിമയിൽ എനിക്ക് ആദ്യം ഓഫർ ചെയ്ത റോള് പോലീസ് ഉദ്യോഗസ്ഥൻ്റെയാണ്. അതെന്നേക്കാൾ കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ വിനായകനാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ വിശ്വാസമായിരുന്നു. ശരിക്കും ഞാൻ തന്നെയാണോ, നിങ്ങൾ വിനായകനാണോ ഉദ്ദേശിച്ചത്? അതെ, ഈ സിനിമയിലെ നായകൻ വിനായകനാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് പോസ്റ്ററിൽ ഇട്ടിരിക്കുന്നത്. ഈ പോസ്റ്റർ കണ്ടില്ല. വിനായകനാണ് നമ്മുടെ സിനിമയിലെ നായകൻ. ഞാൻ നായകനാണ്, പക്ഷെ പ്രതിനായകൻ. ഇത്രയും കാലം എൻ്റെ എല്ലാ സിനിമാ കസർത്തുകളും സ്വീകരിച്ച് ഈ പ്രേക്ഷകരെ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കഥാപാത്രം ഏറ്റെടുക്കാൻ ധൈര്യപ്പെട്ടത്. എൻ്റെ ആത്മവിശ്വാസത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ 45 വർഷമായി നിങ്ങളെ വിശ്വസിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങളെ രസിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിലനിൽക്കുന്നത്. ഇനി അങ്ങോട്ട് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സദസ്സിൽ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഞാൻ സിനിമ തുടങ്ങിയ കാലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ, ജോഷിയും ജോബിലി ജോയും ഒക്കെ ഇതിനകത്തൊരു വലിയ, ഇന്നത്തെ ഈ ദിവസത്തിൽ എനിക്ക് വളരെ സന്തോഷകരമായിരുന്ന അവരുടെ സാന്നിധ്യം. കുഞ്ചൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. രാജു, സിബി, സിയാദ്, ഇങ്ങനെ എല്ലാവരും, അമൽനീരതും അൻവർ റഷീദും രഞ്ജിത്ത് പോയും ഒക്കെ എൻ്റെ കൺവെട്ടത്ത് വന്നവരാണ്. ഞാൻ കണ്ടുപിടിച്ചതല്ല, അവരെൻ്റെ മുമ്പിൽ വന്നതാണ്. ഞാൻ കണ്ടുപിടിച്ചെന്ന് പറയാൻ മാത്രം ഞാൻ മറ്റേ കൊളംബസ് ഒന്നുമല്ലേ അവരെ കണ്ടുപിടിക്കുക, ഇവരിവിടെ തന്നെ ഉണ്ടായിരുന്നവരാണ്. അങ്ങനെ ഒത്തിരി ആളുകൾ സിനിമയിൽ എൻ്റെ ഒരുപാട് എനിക്ക് ബന്ധപ്പെടാൻ, ചുരുങ്ങിയ സമയത്ത് ബന്ധപ്പെടാൻ സാധിച്ച എല്ലാ സുഹൃത്തുക്കളും എത്തിച്ചേർന്നിട്ടുണ്ട്.
അത് മാത്രമല്ല ഈ സിനിമയിൽ എൻ്റെ കൂടെ സഹായിച്ചു. ഇതിനകത്ത് പുരുഷ കഥാപാത്രങ്ങൾ കുറവാണ്. ഞാനും വിനായകൻ ചേർത്താൻ ജീവൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് കുഞ്ഞു റോളിന്, പിന്നെ വേറെ ചെറിയ ചെറിയ റോളിൽ ആൾക്കാരുണ്ട്. കണ്ടാലറിയുന്ന മുഖം അസീസിന്റെ മാത്രമാണ്. കുഞ്ചനുണ്ട്. അങ്ങനെ വളരെ ചുരുങ്ങിയ പുരുഷ കഥാപാത്രങ്ങളും ബാക്കി മുഴുവൻ സ്ത്രീ കഥാപാത്രങ്ങൾ. ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമ ഉണ്ടാവില്ലായിരിക്കും എന്നല്ല, സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമില്ലെന്ന് പറഞ്ഞതിന് വരെ നമ്മൾ സ്ത്രീകൾ മാത്രം ഒരു സിനിമ എടുത്താണ്. പക്ഷെ അവരെല്ലാവരും ഈ സിനിമയോട് സഹകരിച്ചു. നമുക്കിപ്പോൾ ഇങ്ങോട്ട് വിളിക്കണം. യെസ്, അതിനു മുന്നേ നമുക്ക് മെയിൽ ആക്ടേഴ്സ് 2 പേരുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം വിളിച്ചാലോ നമുക്ക്? മെയിൽ ആക്ടേഴ്സ് 2 പേരാണ് ഉള്ളൂ എന്ന് നമുക്ക് പറഞ്ഞു. സീസൺ കൂടെ വരേണ്ടതാണ് ശരിക്കും. നിങ്ങളുടെ പോലെ ഇവിടെ പാൻറ്റൊക്കെ